നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനറും നല്ലൊരു ആർട്ട് ഡയറക്ടറും നമ്മുടെ ഇടവും വല്ലതും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക്കലി തന്നെ അത് നല്ല വർക്കായിട്ട് മാറും. ജിത്തു ജോസഫിന്റെ കൂടെ കുറച്ചിങ്ങനെ ബാക്ക് ടു ബാക്കിലാണ് ത്രില്ലർ എന്നൊരു ഇതിൽ വന്നു നിൽക്കുന്നത്. 2010 അൻവറിൽ തുടങ്ങി ടിയാൻ, കളിമണ്ണ്, പ്രണയം, നേരെ, 2026 ഇപ്പോൾ ദൃശ്യം. ഈ മാസ്റ്റർ പീസിനെയൊക്കെ ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്ത ഒരു വിഷ്വൽ മാസ്റ്റർ മൈൻഡ് ആണ് ഇന്ന് CPX ടോക്സിൽ ദ മാൻ ബിഹൈൻഡ് ദ ലെൻസ്, സതീഷ് കുറുപ്പ്. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. സർ മോസ്റ്റ്ലി ത്രില്ലേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു കോഫി ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു നോർമൽ സ്പേസിലേക്കോ വർക്ക് ചെയ്യുമ്പോൾ സാറിന് ആസ് എ സിനിമാറ്റോഗ്രാഫർ സാറിന്റെ മൈൻഡ് കോൺസ്റ്റന്റ്ലി ഇതൊക്കെ ഫ്രെയിം ചെയ്യോ വിഷ്വൽസ്? അത് നോർമലി ഞങ്ങളെ പോലെ വിഷ്വൽസ് പെർസീവ് ചെയ്യുന്നത്? നമ്മൾ നോർമലിയാണ്. ഇത് ഒരു സംവിധായകൻ ബാക്കി വരുമ്പോൾ സ്ക്രിപ്റ്റും ഒക്കെ വരുമ്പോൾ മാത്രമേ നമ്മളൊരു ക്യാമറമാനാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമല്ലോ. നമ്മൾ വളരെ നോർമലാണ്. ഓക്കെ, സാറിന്റെ ഡെബ്യൂട്ട് എന്ന് പറയുന്നത് അൻവറാണ്. അപ്പോ 15 years ബിഫോർ ആണ് അത് ചെയ്തത്. അപ്പോ ആ ഒരു യങ് സിനിമാറ്റോഗ്രാഫറിന് ഇപ്പോ 2026 ദൃശ്യം 3 ചെയ്യുമ്പോ സർ അൺലേൺ ചെയ്ത കാര്യം എന്താണ് ആസ് എ സിനിമാറ്റോഗ്രാഫർ? ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പോകെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകുകയും, ഇപ്പൊ അൻവർ ചെയ്ത ആ ഒരു സ്റ്റേജിലെ അല്ല ഇപ്പൊ 26 നമ്മൾ നിൽക്കുന്നത്. പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അവരുടെ പല ആശയങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ക്ലബ് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ലേൺ ചെയ്തത് എങ്ങനെ നമുക്ക് ആ അന്തരീക്ഷം നമുക്ക് കടക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ലേൺ ചെയ്തത്. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ ഞാൻ കുറേ ആയി വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ലേൺ ചെയ്യുന്നത്. അത് തന്നെയാണ്. ഓക്കെ സർ. സോ സർ, ദൃശ്യം 2ഉം ദൃശ്യം 3ഉം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൃശ്യം ഫസ്റ്റും ഇതെല്ലാം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു യൂണിവേഴ്സ് ഓൾറെഡി ഓഡിയൻസിന് അറിയാം. അപ്പോൾ ഓഡിയൻസിന് അറിയാം, ഈ സീക്രട്ടും കാര്യങ്ങളും എല്ലാം അറിയാം. സോ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്തെങ്കിലും ക്യാമറ ടെക്നിക്സോ അല്ലെങ്കിൽ ആംഗിളോ അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഹോംവർക്കിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ടോട്ടലി എന്തൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടോ അതെല്ലാം സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളുള്ളൂ. ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തു പറ്റില്ല. ദൃശ്യം എന്നുള്ളതല്ല, എപ്പോഴും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ ഒരു പാറ്റേണേ അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കങ്ങനെ ഒരു ഭയങ്കര ഒത്തിരി ഹോംവർക്കുകളൊന്നും വേണ്ടി വരില്ല. കാരണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റിലുണ്ടാവും. ഈവൻ ഷോട്ടിന്റെ പടത്തിന്റെ ഡ്യൂറേഷൻ വരെയും നല്ല ഗ്രാഹ്യമുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ നമുക്കിപ്പം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ അധികം ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ഈ സസ്പെൻസും ത്രില്ലറും ഒക്കെ നമ്മുടെ അദ്ദേഹത്തിന് കൂടെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ ആയിരിക്കും, അവിടെ അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, ഒരു സ്റ്റോറി ത്രില്ലറാണ് ജിത്തു ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് സ്ക്രിപ്റ്റുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് മേളിൽ പോകുന്ന ഒരു വർക്കിന്റെ ആവശ്യമില്ല അവിടെ. അപ്പൊ നമ്മളത് ഓൾറെഡി നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഷ്വൽ പാറ്റേണും ഇതിനു മുമ്പത്തെ ജിത്തു ചേട്ടന്റെ സിനിമകളുടെ പാറ്റേണും ഒക്കെ നമുക്ക് മനസ്സിലാവും. മാപ്പ് ഔട്ട് ചെയ്ത് അപ്പൊ നമുക്ക് ഒരു ഓർഗാനിക്കലി അങ്ങനെ സംഭവിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു സംശയമൊന്നും വരുന്നില്ല. ഇപ്പോ ദൃശ്യം 3യെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സ്പോയിലേഴ്സ് ഒന്നും പറയാതെ തന്നെ ഇപ്പോ ഫസ്റ്റിലും സെക്കൻഡിലും ഈ വിഷ്വൽ ടോൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ലൈക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ സോ അത് ആ ഒരു ടോൺ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്? ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ നമുക്കുള്ളത് ഇപ്പൊ ഞാൻ സെക്കൻഡ് തൊട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അപ്പൊ അത് തന്നെ നമുക്കൊരു റെഫറൻസ് ആയിട്ട് വെക്കാം. അപ്പൊ ഫസ്റ്റ് സുജിത് വാസ ഷൂട്ട് ചെയ്തത്. അപ്പൊ സെക്കൻഡ് തൊട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെഞ്ച് മാർക്ക് നിൽക്കുന്ന സിനിമയാണ്. അപ്പം അതിന്റെ ഒരു വിഷ്വലി അല്ല ആക്ച്വലി ഈ ദൃശ്യം ഫ്രാഞ്ചൈസികൾ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന്റെ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഡെപ്ത് കൊണ്ട് മാത്രമാണ്. അപ്പം അതിനകത്ത് ഇപ്പം ഒരു വിഷ്വൽ മാജിക്കോ വിഷ്വൽ സാധ്യതകളോ ഇല്ല ആക്ച്വലി. ജോർജ് കുട്ടിയാണ് ജോർജ് കുട്ടിയുടെ പുറകെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സിനിമകളിലെ പോലെ ഇപ്പം അൻവറിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ സിനിമകളോ അല്ലെങ്കിൽ മറ്റു സിനിമകളെ പോലെയുള്ള ഒരു ഇതില്ലേ, കൃത്യമായ ഒരു റെഫറൻസ് ഒന്നുണ്ട്. അത് നോക്കി അല്ലെങ്കിൽ ഓൾറെഡി ആ പാറ്റേൺ ഇവിടെ ജനങ്ങൾ അംഗീകരിച്ചതാണ്. അപ്പൊ അതുമായിട്ട് നിൽക്കുന്ന
ഒരു സാധനം ഇപ്പം എല്ലാം നമുക്ക് ഭയങ്കര പരിമിതിയാണ്. ആ വീട് ഭയങ്കര പരിമിതിയാണ്, വേറൊരു വീട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയില്ല, ലാൻഡ് ഭയങ്കര പരിചയമാണ് എല്ലാവർക്കും. അപ്പം ഇതെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. വേറെ ഒരു ഓപ്ഷൻ പോലും ആ സിനിമയ്ക്കില്ല, ഈ ഫ്രാഞ്ചൈസി ഇങ്ങനെ ആയതുകൊണ്ട്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ഈ 3-ലോട്ട് 1-ന്ന് 3-ലോട്ടൊക്കെ വരുമ്പം ആർട്ട് മാറിയാന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് കാലഘട്ടം മാറുന്നതിന്റെ വ്യത്യാസങ്ങളൊക്കെ അല്ലാതെ വേറെ യാതൊരു ഗിമ്മിക്സും ഒന്നുമില്ല സിനിമയിൽ. ഇപ്പോ സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തേലെന്ന് പറഞ്ഞ ആ ഒരു ക്രൈം നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. രണ്ടാമത്തേലേക്കാണ് വരുമ്പോൾ അത് കൂടുതൽ അതിലേക്ക് ഇന്റൻസ് ആയിട്ട് ഡീപ്ലി ഇറങ്ങുന്നത്. ഇതിൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് അല്ല, ഇതിപ്പം ശരിക്കും സ്ക്രിപ്റ്റിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ജോർജ് കുട്ടിക്ക് വന്നേക്കുന്ന സാഹചര്യങ്ങളിലുള്ള വ്യത്യാസം ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക്കലി നമ്മുടെ ക്യാമറ അല്ലെ സിനിമാറ്റോഗ്രഫിയിലും വരും. എന്നുവെച്ചാൽ ആ അന്തരീക്ഷം മൊത്തം മാറി, ഇപ്പൊ നമ്മുടെ വീടിന്റെ കളേഴ്സ് മാറി, അപ്പോഴുള്ള വ്യത്യാസം അല്ലാതെ ഈ നമ്മൾ മറ്റു പാറ്റേണോ ആംഗിൾസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വ്യത്യാസം വരുന്നില്ല. ഇത് വളരെ നോർമലി പോകുന്ന ഒരു ഫാമിലി സബ്ജക്റ്റ് തന്നെ ആയതുകൊണ്ട് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, അത് ഫാമിലി ഡ്രാമയാണ് അത്. അപ്പം അങ്ങനെ വരുന്ന ഒരു സബ്ജക്റ്റിന് അതിനാപ്റ്റായിട്ടുള്ളൊരു വർക്ക് എന്നേ ഉള്ളൂ, അല്ലാതെ അതിനൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സാറ് മോഹൻലാലിന്റെ കൂടെ കുറെ ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ പ്രണയത്തിലുണ്ട്, നേര്, ദൃശ്യം 2, ദൃശ്യം 3. ഇപ്പൊ അദ്ദേഹത്തിന് ഐസ് എന്ന് പറയുന്നത് കുറെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മൈക്രോ എക്സ്പ്രഷൻസ് കൂടുതലുണ്ടാവും. സോ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു വർക്ക് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്? ലാൽ സാറിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലാൽ സാർ ഒരു ക്യാമറമാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ല ടെക്നീഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രണയമൊക്കെ എൻ്റെ കരിയറിലെ 2ാമത്തെ സിനിമയാണ്. അപ്പൊ തന്നെ നമ്മൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആക്കും. നമ്മളൊന്നാമത് ഈ ലെജൻഡ്സ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ 2ാമത്തെ സിനിമയിൽ നമുക്കൊരു വെപ്രാളം ഉണ്ടാവും. അപ്പൊ അവിടെ തന്നെ നമ്മളെ വളരെ കൂളാക്കി നമ്മളെ അതിന്റെ ഒരു ഭയങ്കരമായിട്ട് ജെല്ലി വയ്ക്കും. അതൊരു ഭയങ്കര ഓറയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്ക് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മളങ്ങ് മറന്നുപോകും. അത്ര നന്നായിട്ട് പുള്ളി ബിഹേവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളിപ്പോൾ ദൃശ്യത്തിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് പോകുമ്പോൾ ഈ ലാൽ സാർ അവിടെ വരുമ്പോഴാണ് ഈ ഓറ നമുക്ക് ശരിയാണ് ഇത്ര ദിവസം നമുക്ക് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഡീലിങ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ അഭിനയവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ പറയേണ്ട പോലും കാര്യമില്ല. ആക്ച്വലി ഇത് വളരെ തെളിയിക്കപ്പെട്ടേക്കുന്ന 10-40 വർഷമായിട്ട് ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ. അപ്പോൾ സാർ ഇപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ലാൽ സാറിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവാറുണ്ട്? ഇപ്പൊ നമ്മള് അത് എപ്പോഴും ഉണ്ടാവും. അത് ഒന്നാമത് നമ്മളിപ്പോ ഈ പ്രണയമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫിലിമിലാകുമ്പോൾ കുറച്ചുകൂടെ ഇപ്പോഴത്തെ പോലെ അത്ര ഈസി അല്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കത് പ്രോപ്പറായിട്ട് ഫോക്കസ് പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഷട്ടർ ഇങ്ങനെ വീണിട്ട് നമ്മളിങ്ങനെ ഒരു വൈബ്രേഷനിൽ തന്നെയാണ് അത് കാണുന്നത്. അത് ആ ഫിലിമിൽ ഷൂട്ട് ചെയ്തവർക്കറിയാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇദ്ദേഹം ഇങ്ങനെ ICUയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ കാലിന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് ക്രെയിനിൽ ഇങ്ങനെ വരണം. അപ്പം റിഹേഴ്സൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഡയലോഗ്സ് കേൾക്കാം. കാരണം ലാൽ സാർ വയ്യാതിരിക്കുന്ന ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പതുക്കിയാ പറയുന്നത്. പക്ഷെ ടേക്കിലാവുമ്പോഴേക്കും ഈ ഫിലിം കറങ്ങുന്ന ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഈ ചെവിയുടെ തൊട്ടടുത്ത് ഈ മാഗസിൻ വരുന്നത്. അപ്പൊ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ബ്ലിസ് ഡയറക്ടറിനോട് പറഞ്ഞു, സാർ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല, ഇത് ആ ടൈമിങ് നമുക്ക് മിസ്സാവുന്നു. അപ്പം ലാൽ സാർ പറഞ്ഞു, ഞാൻ ഈ കൈ ഇങ്ങനെ അനക്കുമ്പോൾ നിങ്ങൾ ക്രെയിൻ എടുത്തോ, പിന്നെ നമ്മുടെ ടൈമിങ്ങിലാണ് അദ്ദേഹത്തിന്റെ ഡയലോഗ് റെൻഡറിങ് ഒക്കെ. അപ്പൊ നമ്മളിത് ഏത് ടൈമിലാണ് അവിടെ ചെല്ലുന്നത്, കറക്റ്റ് അവിടെ ചെല്ലുന്നത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു കണ്ണിൽ കൂടി കണ്ണീരിങ്ങനെ വരും. അത് നമുക്ക് ഇതുവരെ അതെന്റെ ഒരു മാജിക് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ആക്ച്വലി അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പം റാം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമായിരിക്കും, അത് എന്തോ ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതിൽ ഇതുപോലൊരു ലാൽ സാറിനെ വെച്ചിട്ട് വേറൊരു വണ്ടി വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പൊ ടേക്കിന് തൊട്ടുമ്പോൾ അദ്ദേഹം പറയും, പിന്നെ പല്ലിങ്ങനെ കടിച്ചു പിടിച്ചോ, കാരണം എന്ന് വെച്ചാൽ ആക്സിഡന്റ് ആകുമ്പോൾ നാക്ക് മുറിയുന്നു. അത് അങ്ങനെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ രണ്ടിനും വണ്ടി വന്ന് ഡയറക്റ്റ് ഇടിക്കുക. ഇംഗ്ലീഷുകാരാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് വന്നങ്ങ് ഇടിക്കും. അപ്പൊ
നമുക്ക് അങ്ങനത്തെ ചെറിയ ടിപ്സുകൾ പറയും, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് അങ്ങനെ പരിചയമില്ലല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യുമെന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻസൈക്ലോപീഡിയ അതെ. അങ്ങനെ അത് സിനിമ മാത്രമല്ല, എല്ലാത്തിനും പറ്റിയും ഭയങ്കര ഗ്രാഹിയാണ്. സാറിന്റെ ഫിലിമോഗ്രഫി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടൊരു ഫിലിമോഗ്രഫിയാണ്. ലൈക്ക് ഇപ്പൊ ത്രില്ലറും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ കളിമണ്ണ് പോലെയുള്ള അല്ലെങ്കിൽ അലമാര ഇങ്ങനെയുള്ള മൂവീസ്, പ്രണയം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജോണർ ഷിഫ്റ്റ് വരുമ്പോ ഹൗ ഡു യു മാനേജ്? അതെ, ജോണർ ഷിഫ്റ്റ് ആണ് നമുക്ക് ഒരു നിലനിൽക്കുന്ന കാര്യം. കാരണം ഇപ്പൊ അൻവർ കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് ഒരു 8 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പ്രണയം ചെയ്യുന്നത്. അതിന് ആ അൻവർ കഴിഞ്ഞിട്ട് പിന്നെ കുറേ അത്തരം സിനിമകളാണ്, കുറേ ആക്ഷൻ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ടൈപ്പ് ആവുമോ നമ്മൾ പേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു, അങ്ങനെ നമുക്കൊരു ജോണറിൽ തന്നെ നിൽക്കണം എന്നില്ല. ഇപ്പൊ ഈ ജിത്തു ജോസഫിന്റെ കൂടെ കുറച്ചിങ്ങനെ ബാക്ക് ടു ബാക്കിലാണ് ത്രില്ലർ എന്നൊരു ഇതിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ലായിരുന്നു. മറ്റേത് കുറേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സും വ്യത്യസ്തമായിട്ടുള്ള കഥകളും ഒക്കെ ആയി. അല്ല, ഇത് വ്യത്യസ്തമായിട്ടുള്ള കഥകളെന്നല്ല അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഡയറക്ടറുടെ കൂടെ കുറെ നാളായിട്ട് ഇപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇപ്പം ജിത്തുചാന്റെ കൂടെ. അതുവരെയും ഇങ്ങനെ പല 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 ടൈപ്പ് കഥകളും ഒക്കെ ആയിരുന്നു. പേഴ്സണൽ ഫേവറേറ്റ് ജോണർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാ ജോണറും ഫേവറേറ്റ് ആണ്. മലയാള ഫിലിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ് ഓൾറെഡി. സോ നമ്മൾ ബോളിവുഡ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ടൈറ്റർ ബഡ്ജറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിനിമ ഇപ്പൊ നമ്മൾ നല്ല സിനിമാറ്റിക് ഫീൽ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടി, ഈവൻ ദോ അത് ടൈറ്റർ ബഡ്ജറ്റ് ആണെങ്കിലും ആസ് എ സിനിമാറ്റോഗ്രാഫർ ആ ഒരു മലയാള ഫിലിം സീക്രട്ട് എന്താണ്? സിനിമാറ്റോഗ്രാഫറിന് അങ്ങനെ ഒരു അത്ഭുതമൊന്നുമില്ല, സീക്രട്ടും ഇല്ല. നമ്മളിപ്പോഴും ഒരു നല്ല ഭയങ്കര വർക്ക് അല്ല നല്ല സിനിമാറ്റോഗ്രഫി നമ്മളിവിടെ ജഡ്ജ് ചെയ്യുന്നതും മിക്കവാറും, ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആരെയും ഡയറക്റ്റ്, എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ എപ്പോഴും നമുക്ക് നല്ലൊരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ഉണ്ടെന്ന് തോന്നരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെന്ന് തോന്നരുതെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റോറിയിൽ നമ്മളെങ്ങനെ അങ്ങ് ആയിപ്പോണം. അല്ലാതെ നമ്മളിങ്ങനെ ഒരു എവിടെയെങ്കിലും ഭയങ്കര സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പരാജയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാറ്റി നിർത്തി ഇപ്പൊ നല്ല വർക്കെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഒരു അത്ഭുതമില്ല. നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനറും നല്ലൊരു ആർട്ട് ഡയറക്ടറും നമ്മുടെ ഇടവും വല്ലതും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക്കലി തന്നെ അത് നല്ല വർക്കായിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആള് കാണുന്ന സിനിമകൾ ചെയ്യുമ്പോഴേ മാത്രമേ നമ്മൾ ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഇവിടെ ആള് കാണാത്ത സിനിമകൾക്കും ഓഫ് ബീറ്റ് സിനിമകളും ഒക്കെ ഗംഭീര വർക്കുകളും അക്കാഡമിക് ലെവലിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വർക്കുകളും ഉണ്ട്. പക്ഷെ അതൊന്നും കൊമേഴ്ഷ്യലൈസ് ആകാത്ത കൊണ്ടും ആൾക്കാരുടെ ചർച്ച ചെയ്യാത്ത കൊണ്ടും അത്തരം വർക്കുകളൊന്നും ഇവിടെ നമ്മൾ ഡിസ്കഷനിൽ പോലും എടുക്കുന്നില്ല. ഇവിടെ ഓടുന്ന സിനിമകളുടെ ക്യാമറ, ഓടുന്ന സിനിമകളുടെ സിനിമോഗ്രഫി, ഓടുന്ന സിനിമകളുടെ ആർട്ട് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു സിനിമോഗ്രാഫറെ സംബന്ധിച്ച് ഒരു ആർട്ട് ഡയറക്ടറും ഒരു കോസ്റ്റ്യൂം ഡിസൈനറും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നല്ല വർക്കുകൾ ഉണ്ടാകും. ഉറപ്പായിട്ടും. കാരണം ഇതൊരു ടെക്നിക്കൽ, ഇതൊരു കളക്റ്റീവ് ആർട്ടാണല്ലോ ഇപ്പോൾ സിനിമ. അപ്പൊ അതുപോലെ തന്നെയാണ് സിനിമോഗ്രാഫി. നമുക്കൊരു എക്യുപ്മെന്റിലല്ലല്ലോ കാര്യം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു ക്യാൻവാസ് പോലെ തന്നെയാണ്. നമുക്ക് ഏത് പെയിന്റ് വെച്ചും എന്തും വരയ്ക്കാം എന്നുള്ള, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഒത്തുകിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ മാത്രമല്ല ഈ സിനിമോഗ്രഫി എന്ന് വെച്ചാൽ വർക്ക് നല്ലതെന്ന് പറയിക്കാൻ നമ്മൾ മാത്രമല്ല അതിന്റെ പിന്നിൽ, എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു മാജിക് ഉണ്ടാവുന്നത്. അതെ. സാറിന് ഇനി വരാൻ പോകുന്ന അപ്കമിങ് വർക്ക്സ് ഒക്കെ എന്തൊക്കെയാണ്? ലൈക്ക് നമുക്കിപ്പോ മമ്മൂക്കയുടെ കൂടെ ഒരു ഫിലിം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത് ആക്ച്വലി ഇപ്പൊ നമുക്ക് ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ ഉള്ള സിനിമ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനാണല്ലോ എപ്പോഴും നമുക്ക് ആസ് എ ടെക്നീഷ്യൻ. ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഉടനെയൊന്നുമില്ല. ഏതായാലും ഇപ്പം വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മമ്മൂക്കയുടെ കൂടെ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ സിനിമകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഉടനെ വരാൻ പോകുന്ന ബ്ലസ്സി സാറിന്റെ കൂടെ ഒരു കുട്ടികളുടെ സിനിമയാണ്. അതാണ് ഇപ്പം ഇമ്മീഡിയറ്റ് നടക്കാൻ സാധ്യതയുള്ളത്. സാർ ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എക്സ്പയർ ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. സോ സാറിന് അവരോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണ്? ഒന്ന്, ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഏതാ നല്ലതെന്ന് കണ്ടെത്തുക. കാരണം ഓപ്പർച്യൂണിറ്റികൾ ഒത്തിരി ഉണ്ടാവും. വൺസ് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് നിലനിൽക്കാനും കൂടെ ഉള്ള ഒരു ഊർജം വേണം അവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആകാൻ എളുപ്പമായിരിക്കാം, ഒരു പടം ചിലപ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കാം.
അത് കഴിഞ്ഞിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ അവർക്ക് പറ്റണം. അപ്പം നല്ല നല്ല വർക്കുകൾ നോക്കി അവർ തിരഞ്ഞെടുക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പറയാൻ. How do you choose good work? അല്ല അങ്ങനെയല്ല, അതാണല്ലോ ഇന്നത്തെ പ്രശ്നം. എങ്ങനെ നമുക്ക് നല്ല വർക്കാന്ന് അറിയാൻ പറ്റില്ല, ഏതാണ് ഓടുന്ന സിനിമ എന്ന് അറിയാൻ പറ്റില്ല, അതറിഞ്ഞാൽ ഈസി ആയില്ലേ പരിപാടികൾ. അപ്പൊ അതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആകാൻ വരുന്ന വർക്ക് ഇപ്പൊ മിനിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ എത്തുമോന്നെങ്കിലും അറിയണം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ ഇത് നമ്മൾ എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടും ഇത് ജനം കാണുന്നില്ല, കാണാത്ത ഒരു സിനിമയാണ് എന്ന് തിരിച്ചറിയാം. അറ്റ്ലീസ്റ്റ് ഇപ്പം ആസ് എ ടെക്നീഷ്യൻ നമ്മൾ നല്ല ആർട്ടിസ്റ്റ് ആണോ, നല്ല ഡയറക്ടർ ആണോ, നല്ല പ്രൊഡക്ഷൻ ആണോ, ഇതൊക്കെ തന്നെ ഫസ്റ്റ് നോക്കണം. എങ്കിലേ നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇത് ജനം കാണുള്ളൂ. അതല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. സാറിനെ സംബന്ധിച്ച് സാർ അങ്ങനെ പിക്ക് ചെയ്യാറുണ്ടോ? ലൈക്ക് ഹൗ ഡു യു ചൂസ്? അല്ല, ഇത് നമ്മുടെ ഒരു ഓപ്പണിങ്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഓപ്പണിങ് നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഇപ്പൊ അമൽ നീരദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആക്കുന്നതോടുകൂടി എനിക്ക് നല്ലൊരു ആ സമയത്ത് നല്ലൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് 2011 നിന്ന് 2026 വരുമ്പോൾ സിനിമ തന്നെ ഒത്തിരി മാറി. ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അന്ന് ഒട്ടും ബോധയുടെ അല്ലായിരുന്നു നമ്മൾ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം വർഷത്തിൽ 200 സിനിമ 210 സിനിമയോളം വർഷത്തിൽ ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാകുക എന്നുള്ളതല്ല, നമുക്ക് വരുന്ന വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഇപ്പം വന്നേക്കുന്ന കാര്യം. നമുക്ക് തുടക്കത്തിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാകാമായിരുന്നു. കാരണം അത്രയും നമുക്ക് സിനിമകൾ വരുമായിരുന്നു, അത്രയും നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. ആക്ച്വലി ഇപ്പൊ അടുത്ത വരുന്ന സിനിമ ഏതാന്ന് പോലും ഇപ്പൊ ആർക്കും അറിയാൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് ക്യാമറമാരും നമ്പർ ഓഫ് ഡയറക്ടേഴ്സും, എന്നാൽ ഇത്രയും ആർട്ടിസ്റ്റുകളില്ല, ഇത്രയും ബിസിനസ് ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് നമുക്ക് ചൂസ് ചെയ്യാകാനല്ലാതെ വരുന്ന വർക്കുകൾ ചെയ്യുക, അത് കൃത്യമായ ഒരു വർക്കാണോ എന്ന് മാത്രം നമുക്കിപ്പം ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായൊരു നല്ല ഡയറക്ടർ, ഇത് തിയേറ്ററിൽ വരുമോ, നല്ല പ്രൊഡക്ഷൻ, നല്ല ആർട്ടിസ്റ്റ്, ഇതല്ലാതെ വേറെ അതിനകത്ത് കൂടുതലൊന്നും നമുക്കിപ്പം ചൂസ് ചെയ്യാനൊന്നും ഇപ്പൊ ഓപ്ഷൻ ഇല്ല. 2010 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 2026 ഇത്രയും കാലത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ്. അപ്പൊ അന്നേയും ഇന്നത്തെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വർക്ക് എങ്ങനെയാണ്, ആ ഡിഫറൻസ്? അത് ഈസി ആയിരുന്നു? ഇപ്പൊ എന്തുമാത്രം എളുപ്പമായിട്ടുണ്ട്? ഇപ്പൊ ടെക്നിക്കൽ നമ്മൾ കുറെ മാറിയിട്ടുണ്ട്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആ ചേഞ്ചസ് ഫിലിമിൽ വരുന്നുണ്ട്. അപ്പോ അതെങ്ങനെയാണ്? അല്ലെ, ഒരു കാലത്തും അങ്ങനെ എളുപ്പമാകുകയല്ല സിനിമ. കാരണം എന്താ വെച്ചാൽ പ്രോസസ് ഒക്കെ അന്നും ഇന്നൊക്കെ സെയിം ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ ആലോചിച്ച് അത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുക, ആ പ്രോസസ്സിന് ഒരു മാറ്റവും ഇല്ല. അത് ഏത് കാലത്തോട്ട് സിനിമ തുടങ്ങിയാലും ജനത്തിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാരെ അപ്രിസിയേറ്റ് ചെയ്യുന്ന ഒരു പടം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചലഞ്ച്. അതിന് മാറ്റമൊന്നുമില്ല. ആകെപ്പാടെ വന്നേക്കുന്ന മാറ്റങ്ങൾ ഈ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പറയുന്ന ഇമോഷൻസ് ഒക്കെ സെയിം ആണ്. നമ്മൾ 11 എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ 26 എന്തെങ്കിലും പറഞ്ഞ് കരയണം. അതിനൊന്നും വേറെ യാതൊരു ഇമോഷനൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഓൺലി തിങ് ഇത് മാത്രമാണ്. ഈ ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, മാക്സിമം നമ്മൾ അപ്ഡേറ്റ് ആകുക. രണ്ടാമത്തെ കാര്യം, ഈ ഇമോഷൻസിന്റെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇമോഷനൊക്കെ സെയിം ആണെങ്കിൽ കൂടെ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്കിപ്പോ ഒരു 5 മിനിറ്റ് നമുക്ക് ഇരുന്നൊന്ന് ഒരു സാധനം കാണാനുള്ള ക്ഷമയില്ല. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ ആദ്യം അതിലെ സമയമാണ് നോക്കുന്നത്. അങ്ങനെയായി മനുഷ്യര്. 2 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് ഭയങ്കര ലെങ്താണ്, അപ്പോഴേ തീരുമാനിക്കുക അങ്ങ് ലെങ്താണ്. അപ്പൊ ഇത് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 മണിക്കൂർ ആൾക്കാരെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ചലഞ്ച്. ബാക്കിയൊക്കെ സെയിം അല്ലേ? എല്ലാ കാലത്തും സിനിമ അങ്ങനെയൊക്കെ തന്നെയാണ്. ക്യാമറ ഷൂട്ട് ചെയ്യുന്നു, അത് പ്രൊജക്ട് ചെയ്യുന്നു, അതൊക്കെ സെയിം ആണ്. അത് കഥകള്, പലതരം കഥകൾ പറയുന്നു, അതൊക്കെ സെയിം ആണ്. പക്ഷെ ഈ ഇപ്പോഴുള്ളൊരു ടെക്നിക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ സ്പീഡാണ്. അവർക്ക് ഇതൊന്നും പോരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോവിഡൂടെ കഴിഞ്ഞ് കഴിഞ്ഞതോടുകൂടി നമ്മൾ ഇന്റർനാഷണൽ സിനിമകളെല്ലാം ആൾക്കാർ കണ്ട് അവരുടെ ആസ്വാദന ശേഷിയൊക്കെ ഭയങ്കര ഹൈ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ചലഞ്ച്. അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും സിനിമ സംഭവിച്ചില്ല. ജഡ്ജിങ് മെന്റാലിറ്റി എല്ലാം മാറി, ഭയങ്കരമായിട്ട് മാറി. അതെ അതെ അതെ. ഐഡിയ ഇസ് എൻ ഇമിറ്റേഷൻ ഓഫ് എൻ ഐഡിയ എന്ന് പറയാറുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു ഐഡിയനെ നമ്മൾ ഡിഫറെന്റ് രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്നു. സോ ആസ് എ സിനിമാറ്റോഗ്രാഫർ സാറ് ബിലീവ് ചെയ്യുന്ന ഒരു ഫാക്ട് എന്താണ്? ഈ പറഞ്ഞ
അല്ല ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ബിലീവ് ഇല്ല. കാരണം ആക്ച്വലി ഇതൊരു ട്രിക്കിയാണെന്ന്. ഇതങ്ങനെ നമുക്ക് ഇതൊരു സക്സസ് ഫോർമുല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്. ഇത് വളരെ സിനിമയിലൊക്കെ എല്ലാവരും പറയുന്ന ഇന്റർവെല്ലിനൊന്ന് കുലുക്കണം, അതിന് പ്രീ ക്ലൈമാക്സ് ഇതൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഈ ക്ലൈമാക്സ് തന്നെ ആദ്യം കാണിക്കുന്ന സിനിമകളുണ്ട്. അപ്പൊ ഇതൊന്നും അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ശരിക്കും നമ്മൾ ഒരു ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് കൂടുതൽ ജനങ്ങൾ കണ്ടാൽ അത് സക്സസ് ഇല്ല ഫെയിലിയർ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു ജഡ്ജ്മെന്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ആർക്കും ഉണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെ ആയിരിക്കും. സാറിന്റെ ഒരു ഐഡിയൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള? മലയാളത്തിന് ഒത്തിരി പേരുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്ത ബ്ലസി സാറാണേലും ഒക്കെ നമ്മളെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ. കാരണം ടോട്ടലി ഒരു ഡയറക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളെ അവര് അപ്രോച്ച് ചെയ്യുന്ന രീതി, ചിലപ്പം അവര് സെറ്റിൽ പെരുമാറുന്ന രീതി ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ വർക്ക് ചെയ്തവർ തന്നെ നമ്മളെ കണ്ടവാനും നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇത് കൊള്ളാമല്ലോ അത് കൊള്ളാമെന്നും തോന്നിപ്പിക്കാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടർ അല്ല, ഒരു ബഞ്ച് ഓഫ് ഡയറക്ടേഴ്സ് പുറത്തും നമുക്കുണ്ട്. നമുക്കിങ്ങനെ നമ്മൾ കണ്ട് ഇപ്പൊ മണിരത്നം ആയിക്കോട്ടെ, അല്ലെ അങ്ങനെ അത്തരം ആൾക്കാരുടെ സിനിമകളൊക്കെ കണ്ടു തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് പാഷൻ വരുന്നത്. അതായത് ഇതിനകത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലാതെ നമ്മളെക്കാൾ അറിവുള്ള എല്ലാവരെയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊക്കെ അങ്ങനെ ഒരു ഐഡിയൽ ഇന്നയാളെന്നൊന്നും ഇല്ല. ഞാൻ എല്ലാം സ്വീകരിക്കുന്ന ഒരാളാണ്. ഫ്യൂച്ചറിൽ ഇന്നൊരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്ത ആര് വിളിച്ചാലും ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് കേട്ടത്. അത് ഞാൻ വെറുതെ ഒരു ഭംഗി വാക്കായിട്ട് പറയുന്നില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന്, എല്ലാവരുടെ കയ്യിലും ഈ വളരെ ടാലന്റഡ് ആയിട്ട് വളരെ ഐഡിയകൾ, വളരെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുകൾ പല രീതിയിലാണല്ലോ സിനിമയിൽ ആൾക്കാർ തിളങ്ങുന്നത്. അപ്പം നമുക്ക് ആര് വിളിച്ചാലും നമുക്ക് അവരുടെ കൂടെ നമുക്കത് വർക്ക് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഇല്ലാതെ ഒരു പ്രോജക്റ്റ് ഓണാക്കാനൊന്നും പറ്റുകയില്ല. ഒരു കഥ മനസ്സിൽ വന്ന് അത് ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോട് പറഞ്ഞ് അപ്പം തന്നെ ഓൾറെഡി അതൊരു വലിയ പ്രോസസ്സ് കഴിഞ്ഞ് അങ്ങനെ ഒരാളെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. ബേസിക് അതാണല്ലോ. അതിനകത്ത് ഓടുവോ ഓടാതിരിക്കുകയോ ഒന്നുമല്ല. ഒരു സിനിമ അത് ഇത്രാം തീയതി ഷൂട്ടിങ് തുടങ്ങുന്നു എന്നും പറഞ്ഞ് ഒരാൾ വന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അയാളെ ബഹുമാനിക്കും. കാരണം ഇത് ഒരു ചെറിയ പ്രോസസ്സ് അല്ല അത്രയും വരെ എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് വരെയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള മൂവീസ് ചെയ്യുമ്പോൾ, ഡിഫറെന്റ് ജോണേഴ്സിലുള്ള മൂവീസ് ചെയ്യുമ്പോൾ, ഫീൽ ഗുഡ് ആയാലും ത്രില്ലർ ആയാലും ആക്ഷൻ ആയാലും ഒക്കെ, ഇതിനൊക്കെ മുന്നേ ഉള്ള ആ ഒരു പ്രീ ആയിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഹോം വർക്ക്, അതെങ്ങനെയാണ് സാർ? മിക്കവാറും ആദ്യം ഇപ്പൊ സ്ക്രിപ്റ്റ് ആയിരിക്കും നമുക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 ലൈൻ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡയറക്ടറുമായിട്ട് ഈ പ്രീ പ്രൊഡക്ഷനിൽ ഇരിക്കുമ്പോഴും നമ്മളിങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരെ അവരുടെ ഒരു വേവ് ലെങ്തും അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരെന്താണ് ഉദ്ദേശിച്ചത്. പിന്നെ സ്വഭാവമായിട്ട് ഇപ്പൊ ഈ റെഫറൻസുകൾ നമ്മളെ കാണിക്കാറുണ്ട്. ഈ ഇന്ന സിനിമയുടെ ഒരു കളർ ടോൺ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടക്കും. ഈ ഷോട്ട് എങ്ങനെയാണ്, ഈ സീൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ഒക്കെ നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളൊരു ട്രയൽ ഷൂട്ട് തന്നെ നടത്താറുണ്ട്. ചില ഈ എക്സ്പെരിമെന്റൽ ഷോട്ടുകൾ, ഇപ്പൊ വല്ല ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫൈറ്റ് മാസ്റ്റർ വന്ന് അവർ ചെറിയൊരു ഡെമോ, ചെറിയ ടോയ്ക്കാരൊക്കെ വെച്ച് കാണിക്കും. അപ്പൊ എല്ലാവർക്കും ധാരണ കിട്ടും. അപ്പം തന്നെ നമുക്കൊരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും അയാൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും ആ സീനിനെ അവര് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈസിയാണ്. പറഞ്ഞ പോലെ ഭയങ്കര ആക്ഷൻസ് ഒക്കെ റിക്വയർ ചെയ്യുന്ന ഒരു സീനാണ്. ഇപ്പൊ ആക്ഷൻ അങ്ങനെയാണല്ലോ. ഈ നമുക്കിപ്പോ ഈ ഒരു ഫാമിലി സബ്ജക്ട് പോലല്ലേ, ഈ ആക്ഷൻ ഒക്കെയാണ് നമുക്ക് ഭയങ്കര പ്രീ പ്രൊഡക്ഷൻ വേണ്ടത്. ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ അത്തരം കുറെ ട്രിക്കി പരിപാടികളുള്ള സിനിമകൾക്കായിരിക്കും കൂടുതൽ നമുക്ക് ഒത്തിരി സംസാരങ്ങൾ വേണം. മറ്റേത് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഒരു ധാരണ കിട്ടും. പിന്നെ ലൊക്കേഷൻ ഹാൻഡിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ ലോക്കാകുമ്പോൾ ഇതാണ് ഇപ്പൊ നമ്മളൊരു വീട് ഒരു തറവാട്, എത്രയോ ടൈപ്പ് തറവാടുകളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന ടൈപ്പ് ആണോ എന്ന് നോക്കുമ്പോൾ അതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേവ് ലെങ്ത് മനസ്സിലാവും. നമുക്ക് കൊള്ളാം, നമ്മളും അതേ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അങ്ങ് സിങ്ക് ആയി പോകും. ഈ മൊണോട്ടണസ് ആയി ഫീൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണല്ലോ. അത് ഹൗ ഡു യു മാനേജ് ദാറ്റ്? അത് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചെയ്ത പോലെ പിന്നെ വരുമെന്ന് തോന്നുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥകളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മള്
പിന്നെ കുറെ നമ്മൾ കാണുന്നവരെയും കൂടെ അങ്ങനെ അങ്ങ് വിശ്വസിപ്പിക്കുകയല്ലേ. ഇപ്പം വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞ ആ മന തന്നെ നമ്മൾ എത്രയൊക്കെ ആരുടെയൊക്കെ വീടായിട്ട് കണ്ടേക്കുന്നു, പക്ഷെ നമ്മളങ്ങ് ബിലീവ് ചെയ്യില്ലേ. നമ്മള് ഇത് വരിക്കാശ്ശേരി മന, ഇത് മറ്റേ സിനിമയിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഇവിടുത്തെ കുറെ ലൊക്കേഷൻസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളങ്ങ് ഒരു കഥയിലോട്ട് നമ്മളിങ്ങനെ അങ്ങ് കയറി കഴിയുമ്പോൾ ഈ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് ആ നായകന്റെ അല്ല വില്ലന്റെ അവരുടെ വീടാണെന്ന്, അല്ലാതെ നമ്മൾ അങ്ങനെ അല്ലല്ലോ സിനിമ കാണുന്നത്. താങ്ക് യു സർ ബീയിങ് വിത്ത് us. ഇനിയും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ, ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ പറ്റട്ടെ. സോ താങ്ക് യു സർ.